അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് പുരിക നന്നായിട്ട് എഴുതേണ്ടതെന്ന് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒന്ന് എൻ്റെ പുരിക ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണേൽ ഒന്ന് ഷേപ്പൊക്കെ ആക്കിയിട്ട് ഇതുപോലെ പുരികം ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ഐബ്രോ പാലറ്റ് എടുത്തിട്ട് ഞാൻ ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ആംഗിൾ ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആംഗിൾ ബ്രഷ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് എന്താ പറയുന്നത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു പോർഷൻ കുറച്ച് വിട്ടിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എടുക്കുമ്പോഴേ ഒത്തിരി എടുക്കില്ല കേട്ടോ, കുറച്ചേ എടുക്കാവുള്ളൂ. എന്നിട്ട് ഞാൻ പുരികത്തിൻ്റെ താഴ്ഭാഗം ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മളൊരു ഷേപ്പ് റെഡിയാക്കി എടുക്കുക, എന്നിട്ട് ഫൈനലി നമുക്ക് അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ എന്താ പറയുന്നത് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ കുറച്ച് പോർഷൻ അങ്ങ് വിട്ടിട്ട് വേണം നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ താഴത്തെ ഭാഗം ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് പിന്നീട് മുകളിലത്തെ അതായത് പുരികത്തിൻ്റെ മുകൾ വശം പിന്നീട് ഡിഫൈൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഒക്കെ റെഡിയാക്കി കൊടുക്കാം. ചിലർക്ക് ചില പോർഷനിൽ കാണത്തില്ല അല്ലേ, കട്ടി കുറവായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് നല്ല ഷേപ്പിലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫൈനലി നമ്മളിതൊന്ന് ജസ്റ്റ് നന്നായിട്ട് ഫില്ല് ചെയ്യുക. എന്നുവെച്ചാൽ ഒത്തിരി എടുക്കണ്ട കേട്ടോ, ഒത്തിരി എടുത്താൽ ഭയങ്കര എന്താ പറയുന്നത് നമ്മുടെ മീശമാധവൻ്റെ ജഗദീനൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ അതുപോലെയൊന്നും വേണ്ട, കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആ ബ്രഷിൽ വീണ്ടും എടുക്കണ്ട കേട്ടോ, വീണ്ടും എടുക്കാണ്ട് ആ ഒരു ബ്രഷിലുള്ളത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ആ ഒരു പോർഷനില്ലേ അവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എന്നുവെച്ചാൽ ഒത്തിരി ബലം കൊടുക്കാതെ ജസ്റ്റ് ആ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതായത് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ടാണ് കേട്ടോ അങ്ങനെ. അപ്പം അവിടെ ആ ഒരു പോർഷനിലെ താഴ്ഭാഗവും മോൾഭാഗവും നമ്മളങ്ങനെ ഡിഫൈൻ ചെയ്തൊന്നും കൊടുക്കത്തില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുന്നത് ആ ബ്രഷിൽ അധികം കാണില്ല, എന്നാൽ ഉണ്ട് താനും എന്നാൽ ഇല്ലായിരിക്കണം, അതുപോലെ ആ ഒരു രീതിയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ താഴത്തെ ഭാഗം ഡിഫൈൻ ചെയ്തതിൽ നിന്ന് കുറച്ചിച്ചിരി നീക്കിയിട്ടാണ് മുകളിലത്തെ ആ ഭാഗം ഡിഫൈൻ ചെയ്യാൻ തുടങ്ങിയത്. എന്നാലേ നമുക്ക് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുള്ളൂ. ഇനി ഒന്നും കൂടെ കോംബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല എന്താ പറയുക എക്സസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കറക്റ്റിനായിക്കോളും. അപ്പോൾ എൻ്റെ രണ്ട് പുരികം നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും എന്തൊരു ഡിഫറൻസ് ആണ്. അപ്പം ഞാൻ മറ്റേ പുരികം കൂടെ ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ രണ്ട് പുരികവും നന്നായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു ഫൗണ്ടേഷനും കൂടെ അപ്ലൈ ചെയ്ത് തരുന്നത് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ പുരികം ഒന്ന് എന്താ പറയുന്നത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്നുവെച്ചാൽ ഭയങ്കര ഓവറും അല്ല, ഒരു നാച്ചുറൽ ലുക്ക്, നാച്ചുറൽ ഒരു ഫിനിഷിങ് നമുക്കിങ്ങനെ ചെയ്യുമ്പം കിട്ടണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതും വരെ ബൈ.